ഹലോ. രാവിലെ തന്നെ പുട്ടും മുട്ടക്കറിയും പിന്നെ അടുത്ത് പഴവും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ പുട്ടും മുട്ടക്കറിയും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. അതിനുശേഷം നമുക്ക് ആണെങ്കിൽ ഒരു മാരേജ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ വെളിയിൽ വാട്ടർമെലൺ ജ്യൂസും മാംഗോ ജ്യൂസും ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഫസ്റ്റ് തന്നെ മാംഗോ ജ്യൂസ് എടുത്തു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ചായയും വടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ അകത്തോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്ന് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്രയും പേർക്ക് സീറ്റൊക്കെ കിട്ടി. നമ്മളാണെങ്കിൽ കുറച്ച് ആൻറ്റിമാരോടെ നമ്മളവിടെ നിന്നു. അപ്പോൾ കെട്ടിന് സമയമായി. കെട്ടൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ നമ്മളുടെ കയ്യിൽ പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞത് ഇതുപോലെ പൂ ഇട്ടപ്പോഴാണ് നമ്മളുടെ മുമ്പേ ഇരിക്കുന്ന ആൻറ്റിമാരുടെ തലയിലോട്ട് പൂ ഇട്ട് കൊടുത്തു. അപ്പോൾ കല്യാണത്തിന് വന്നിട്ട് പയ്യനെയും പെണ്ണിനെയും കാണാതെ കഴിക്കാൻ പോണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കണ്ടിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാ സദ്യക്കും കാണാൻ പറ്റാത്ത ഒരു ചില വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോയാബീൻ പെരട്ടും പിന്നെ അടുത്ത് തീയലും ഒക്കെ ഇടയ്ക്കിടയ്ക്കുള്ള സദ്യയിലേ കാണാറുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ചോറും പരിപ്പൊക്കെ വന്നു, അത് കഴിച്ചു. അതിനുശേഷം ബോളിയും പായസവും വന്നു, അതും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വീട്ടിൽ വന്നു. ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ചൂട് ചായയും പിന്നെ ടൊമാറ്റോ മുറുക്കുണ്ടല്ലോ അതും കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ നിന്നപ്പോഴാണ് അമ്മയാണെങ്കിൽ രാത്രി ഡിന്നർ കഴിക്കാൻ വിളിച്ചത്. പിന്നെ അടുത്ത പൂരിയും ഉരുളക്കിഴങ്ങ് കറിയുമായിരുന്നു കേട്ടോ, അതും കഴിച്ചു.